നവംബർ 20 ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയിൽ ആചരിക്കുകയാണ്. 1925 11-ാം പീയൂസ് മാർപ്പാപ്പ ഏർപ്പെടുത്തിയ ഒരു തിരുനാളാണിത്. ആരാധനക്രമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആചരിക്കണമെന്ന് ലത്തീൻ സഭയിലെ ആരാധനക്രമത്തിൻ്റെ ക്രമീകരണത്തിലാണ് ഈ തിരുനാൾ വരുന്നത്. ആഗമനകാലം തുടങ്ങുന്നതിൻ്റെ തലേ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ തിരുനാൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഏർപ്പെടുത്തിയത്? 1925 വരെ ഇല്ലാതിരുന്ന ഒരു തിരുനാൾ. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ രാജഭരണം അവസാനിക്കുകയും ജനാധിപത്യ ഭരണ സംവിധാനങ്ങളിലേക്ക് ഓരോ രാജ്യവും നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ചും ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ. ഈ സെക്കുലർ ലോകത്തിൽ ഇപ്രകാരം ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ സഭയിലും ഉണ്ടാകാതിരിക്കുകയില്ല. കാരണം സഭയിലും പൊതുസമൂഹത്തിലുമെല്ലാം വ്യാപരിക്കുന്നത് ഒരേ ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ എന്തായിരുന്നു സഭയിൽ ഇതിനുണ്ടായ പ്രതികരണം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ? രാജ്യം ഭരിക്കുന്നത് ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണെങ്കിൽ, ഈ ജനങ്ങളാണ് അവർക്ക് അധികാരം കൊടുക്കുന്നതെങ്കിൽ സഭയിലത് അങ്ങനെയല്ല. അപ്പോൾ സഭയിലേക്കും ഈ തരത്തിലുള്ളൊരു സെക്കുലർ ആശയം കൊണ്ടുവരണം എന്നുള്ള വാദം വളരെ ശക്തമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനെതിരെയുള്ള ഒരു നടപടി എന്നവണ്ണമാണ് പരിശുദ്ധ പിതാവ് ഈ തിരുനാൾ ഏർപ്പെടുത്തിയത്. സഭയിൽ അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വന്ന് ഭരണം നടത്തി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവർ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവരങ്ങനെ അല്ലാതായിത്തീരുന്ന ഒരവസ്ഥാവിശേഷമല്ല. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ടാക്കുന്നത് ഈ ജനപ്രതിനിധികൾ അവർക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഭരണഘടനയും മറ്റു നിയമങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാക്കുക. എങ്കിൽ പോലും അവർക്കവിടെ ദൈവികമായിട്ടുള്ള താത്വിക വശങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒരുപക്ഷെ അവർ പ്രകൃത്യാവുള്ള നാച്ചുറൽ ലോസ് പരിഗണിക്കുമായിരിക്കാം. എങ്കിൽ പോലും അത് ദൈവിക നിയമമായിട്ടൊന്നും അവർ കരുതുകയില്ല. നേരെ മറിച്ച് സഭയിൽ നീതമായിട്ടുള്ള ദൈവിക പ്രബോധനങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന, വിശ്വസിക്കുന്ന, ജീവിച്ചു പോരുന്ന കുറേ സനാതന സത്യങ്ങളുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് നിയമങ്ങളുണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ജനപ്രതിനിധികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടരുടെ ആശയങ്ങളായിരിക്കും നിയമങ്ങളായിട്ടൊക്കെ വരിക. സഭയിൽ അങ്ങനെ ആകാൻ പാടില്ല. നേരെ മറിച്ച് അവിടെ നടപ്പാകേണ്ടത് യേശുവിൻ്റെ പ്രബോധനങ്ങളാണ്. ആ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതും അതാണ് അവിടെ ജീവിക്കേണ്ടതും. ഒരുപക്ഷെ അത് സാമാന്യ ജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകും. നമുക്കറിയാം, ഹുമാനെ വീത്തെ എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനം പരിശുദ്ധ പിതാവ് പോൾ 6 എഴുതിയപ്പോൾ അതിനെതിരെ ഒരുപാട് മുറവിളികൾ ഉയർന്നു. അതങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ്. വൈവാഹിക ജീവിതത്തിലെ ധാർമ്മികതയെക്കുറിച്ചൊക്കെയാണ് അന്ന് എഴുതിയത്. അപ്പോൾ അങ്ങനെ ആ മുറവിളികളുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റി എഴുതാനുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അതൊന്നും പരിശുദ്ധ പിതാവ് ഉൾക്കൊണ്ടില്ല, കേട്ടില്ല. അതല്ല സഭയുടെ വിശ്വാസം എന്നുള്ള സത്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ
എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. ജനപ്രതിനിധികളാണ് ഭരിക്കുന്നതെങ്കിൽ അവർക്കതിനെ അതിജീവിക്കാനും കഴിയില്ല. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് 11-ാം പീസ് പാപ്പ ഈ തിരുനാൾ ഏർപ്പെടുത്തുന്നത്. ക്രിസ്തുവാണ് സഭയിൽ എന്നും രാജാവായി വാഴേണ്ടത്. അവിടെ പലപ്പോഴും ഈ രാജഭരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ പലർക്കും അരോചകമാണ്, ഇന്ന് പ്രത്യേകിച്ചും. പക്ഷേ പരിശുദ്ധ പിതാവ് ഉദ്ദേശിച്ചത് ഒരു സെക്കുലർ ചിന്തയിലുള്ള രാജഭരണമല്ല. നേരെ മറിച്ച് ഇവിടെ സഭയിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളേണ്ടത് ഈ യേശു എന്ന് പറയുന്ന ആ ഒരു തത്വമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്. അത് അന്നത്തെ ആശയമനുസരിച്ച് ഒരു രാജാവിൻ്റെ ആ ഒരു പരിവേഷത്തോടു കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാനമായ ഒരു ആശയം അവിടെ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. രാജഭരണത്തിൽ രാജാവിൻ്റെ ഇഷ്ടമാണ് പ്രജകൾ നടപ്പാക്കുന്നത്, അല്ലെ പ്രജകൾക്ക് അതാണ് ലഭ്യമാകുന്നത്. അതല്ലാതെ പ്രജകളുടെ ഇഷ്ടമല്ല. പ്രജകളുടെ രോദനങ്ങൾ, പരാതികളൊക്കെ രാജാവ് കേൾക്കും. പക്ഷേ ആത്യന്തികമായിട്ട് രാജാവിൻ്റെ ഇഷ്ടമാണ് രാജ്യത്തിൽ നടപ്പാവുക. ഇതുപോലെ തന്നെയാണ് സഭയിൽ നടപ്പാകുന്നത്, വിശ്വാസികളുടെ ജീവിതത്തിൽ നടപ്പാകുന്നത് ഈ യേശുവാകുന്ന രാജാവിൻ്റെ ഇഷ്ടമാണ് നടപ്പാകേണ്ടത്. അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രാജ്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു രാജാവിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് അന്ന് ചിന്തിച്ചിരുന്നത്. യേശു യഥാർത്ഥത്തിൽ രാജാവാണോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ 14-ഉം 15-ഉം ഇപ്രകാരം നമ്മൾ കാണുന്നു: ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്നു തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന സമയത്താണ്. അതിനുശേഷമാണ് ഇപ്രകാരം അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ആ യേശുവിനെ അവർ രാജാവാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. കാരണം എന്താണ്? രക്ഷകൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൃദ്ധിയായിരിക്കും ഉണ്ടാവുക. തങ്ങൾക്കുള്ള ദാരിദ്ര്യവും പട്ടിണിയും ദുരിതങ്ങളുമൊക്കെ രക്ഷകൻ ഇല്ലാതാക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ ചിന്തയിൽ ഇപ്രകാരം അത്ഭുതങ്ങൾ അത്ഭുതത്തിലൂടെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ഒരാൾ, അവൻ തീർച്ചയായിട്ടും തങ്ങൾ പ്രതീക്ഷിക്കുന്ന രക്ഷകനായിരിക്കണം. ആ രക്ഷകനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അദ്ദേഹം ഒരു രാജാവായിരിക്കും. കാരണം എന്താണ്? യഹൂദന്മാരുടെ ചിന്തയിൽ പഴയ നിയമത്തിലുടനീളം പറയുന്നുണ്ട് ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വളരുന്നൊരു മുളയെക്കുറിച്ച്. അതായത് ദാവീദിൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെടുന്ന ഒരാളായിരിക്കും രക്ഷകനായി വരാൻ പോകുന്നത്. അപ്പോൾ രാജാവ് ആണല്ലോ ദാവീദ്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറക്കുന്നവനും രാജാവ് തന്നെയായിരിക്കണം. അവനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വരാനിരിക്കുന്ന രക്ഷകൻ, അവനെ പ്രത്യക്ഷപ്പെടുക വലിയ ഒരു അത്ഭുതത്തിലൂടെ ആയിരിക്കും. അതൊക്കെ കൊണ്ടാണ് യേശു ഉപവസിച്ചിട്ട് മരുഭൂമിയിൽ നിന്ന് വരുമ്പോൾ പിശാച് പ്രലോഭിപ്പിക്കുന്നത് കല്ലുകളോട് അപ്പമായി തീരാൻ പറയുക. കാരണം എന്താണ്? രക്ഷകൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കും, രക്ഷകനാണെന്ന് മിശിഹായാണെന്ന് അംഗീകരിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ ജെറൂസലം ദൈവാലയത്തിൽ രക്ഷകൻ മിശിഹ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി വലിയൊരു അത്ഭുതത്തിലൂടെയായിരിക്കും. അങ്ങനെ ജനങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തി ഞെട്ടിച്ചു കഴിയുമ്പോൾ, അത്രയും വലിയ പൊക്കത്തിൽ നിന്ന് എടുത്തു ചാടി യാതൊരു അപകടവും കൂടാതെ നിലത്ത് നിന്ന് കഴിയുമ്പോൾ ജനങ്ങൾ അവനെ മിശിഹായെ സ്വീകരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഈശോയോട് പറയുന്നത്, നീ അതിൻ്റെ മുകളിൽ നിന്ന് ചാട്, ഈ കല്ലുകളെ അപ്പമാക്ക് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഈശോ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ദാവീദ് എഴുതിയ സങ്കീർത്തനം അതിൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദ് അന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ദാവീദ് എങ്ങനെയാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് പറയുക? ഇത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചാണ് ഈ പരാമർശമെന്ന് എല്ലാ യഹൂദരും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ
വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ദാവീദ് പറയുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു. അതെങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രൻ തൻ്റെ കർത്താവാകുന്നത് എങ്ങനെയാണ്? അതിലൂടെ കർത്താവ് പറഞ്ഞു വെച്ചത്, ഈശോ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ആ ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല ഈശോ എന്ന് പറയുന്നയാൾ, രക്ഷകൻ മിശിഹ എന്ന് പറയുന്നയാൾ. രക്ഷകൻ അതിനപ്പുറത്തു നിന്നാണ്, അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെയുണ്ട്. അവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദാവീദിൻ്റെ ഗോത്രത്തിലായിരിക്കാൻ പറഞ്ഞത്, അത് സത്യമാണ്. അതുകൊണ്ട് അവനെ കേവലം ഒരു രാജാവായി കണ്ടുകൂടാ. പിന്നെ എങ്ങനെയാണ് കാണേണ്ടത്? നീ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് പറയുന്ന കാര്യം നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 18-ാം അധ്യായം 33-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു, ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? അപ്പോൾ പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, നീ രാജാവാണോ യഹൂദന്മാരുടെ? അതിൻ്റെ കാരണം എന്താണ്? യേശുവിന് എതിരായിട്ടുള്ള ആരോപണം യഹൂദന്മാർ ഉന്നയിച്ച ഇതാണ്, അവൻ രാജാവാകാൻ പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് കൊലക്കുറ്റമാണ്. റോമാക്കാരുടെ സാമന്തരാജ്യമായ പലസ്തീനായിൽ അവരാണ് രാജാവിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സ്വയം അവിടുത്തെ രാജാവാണെന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ കൊലക്കയറാണ്. അതുകൊണ്ട് ഈശോയെ കൊല്ലുവാനുള്ള ഒരു കുറ്റം അവർ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പീലാത്തോസിനോട് അവർ പറഞ്ഞത്, ഇവൻ യഹൂദരുടെ രാജാവാണ് എന്നിവൻ പറയുന്നു. യഥാർത്ഥത്തിൽ യേശുവിന് രാജാവാകാൻ താല്പര്യമില്ലായിരുന്നു എന്ന് ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. 6-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ രാജാവാക്കാൻ ചിന്തിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ജനം അതിനാഗ്രഹിച്ചിട്ട് പോലും ആകാതിരുന്നവനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. വാസ്തവത്തിൽ അത് വേറൊരു ആരോപണമാണ്, പൊള്ളയായ തെറ്റായ ആരോപണമാണ്. ഈശോയെ കൊലക്കുറ്റത്തിന് വിധിക്കാനായിട്ടുള്ള സാഹചര്യമൊരുക്കാൻ വേണ്ടി പീലാത്തോസിന് മുമ്പിൽ അവതരിപ്പിച്ച ശുദ്ധ കള്ളം. പക്ഷേ നമുക്കറിയാം ഈശോ പറഞ്ഞതെന്താ? ഞാൻ രാജാവ് തന്നെയാണ്, ഞാൻ രാജാവ് തന്നെയാണ്. പക്ഷേ എൻ്റെ രാജ്യം ഈ ഇഹത്തിലല്ല, ഈ ലോകത്തിലല്ല. അപ്പോൾ പീലാത്തോസ്, അപ്പോൾ നീ രാജാവാണല്ലേ? ഈ രാജാവാണെന്ന് പറയുന്നത് എന്താണ്? ഉടനെ തന്നെ അത് കൊലയ്ക്ക് വിധിക്കാനുള്ള കുറ്റമായിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നീട് ഈശോ ഇതെല്ലാം പറഞ്ഞു വെച്ചപ്പോൾ പീലാത്തോസിന് മനസ്സിലായി, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു രാജ്യമല്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ സീസറിനെതിരായിട്ട് സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നവനല്ല. പ്രത്യേകത ഇത് വേറെന്തോ അർത്ഥത്തിലുള്ളതാണ് ഇവൻ പറയുന്നത്. തനിക്കത് മനസ്സിലാകുന്നില്ല. എങ്കിലും പീലാത്തോസ് മനസ്സിലായില്ലെങ്കിലും ഇവൻ രാജാവാകാൻ വന്നവനല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈശോയെ വിട്ടയക്കുവാൻ അടവുകൾ പലതും പരതുന്നത്. അതിലൊന്നും പീലാത്തോസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും പീലാത്തോസിന് കാര്യം മനസ്സിലായി, ഇവൻ അങ്ങനെയുള്ള രാജാവല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ രാജാവായിട്ട് പറയുന്ന ഒരവസരമുണ്ട്. നഥാനിയേലിനോട് ഈശോ പറയുന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് പറയുന്നത്? അവിടെ പറയുന്ന കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 48-49 വാക്യങ്ങളിൽ വായിക്കാം. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, നബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. വാസ്തവത്തിൽ നഥാനിയേൽ അത് ബോധപൂർവം പറഞ്ഞതാണോ?
പക്ഷെ അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കാം. അല്ല, അവനത് പറയാൻ പറ്റില്ല. ഒരു ഇസ്രായേൽക്കാരനത് പറയാൻ പറ്റില്ല. ഈ നിൽക്കുന്ന വ്യക്തി മിശിഹായാണെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. അപ്പോൾ നഥാനിയേൽ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. മനസ്സിലാക്കിയവരുണ്ട് ശരിയായ അർത്ഥത്തിൽ. പക്ഷേ ഭൂരിപക്ഷം പേർക്കും ഈശോയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഈ രാജ്യത്തെക്കുറിച്ച് ഈശോ പറയും, നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നില്ലേ? വയലിലെ ലില്ലികളെ നോക്കുക, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ വിതയ്ക്കുന്നില്ലല്ലോ, കൊയ്യുന്നില്ലല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുക, അവയും ഇതൊക്കെ തന്നെ, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെല്ലാം പോറ്റുന്നില്ലേ? എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടാതെ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ ഈ പറയുന്ന ഐഹികമല്ലാത്തൊരു രാജ്യം, അത് അന്വേഷിക്കാനാണ് ഈശോ പറയുന്നത്. ആ രാജ്യം ഏതാണ്? നമുക്കറിയാം ആ രാജ്യം ഏതാണെന്ന്. അത് സ്വർഗരാജ്യമാണ്. അത് യേശുവിൻ്റെ രാജ്യമാണ്. ഈ രാജ്യത്തിലെ നിയമങ്ങൾ എന്താണ്? ആ രാജ്യത്തിലെ നിയമങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല, അത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. യേശുവിൻ്റെ രാജ്യത്തിലെ നിയമം എന്ന് പറയുന്നതിനെക്കുറിച്ച് അവിടുന്ന് തന്നെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ആരെങ്കിലും ഒരുത്തിൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ അവൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, ഒരു കാല് തല്ലി ഒടിച്ചാൽ അവൻ്റെ ഒരു കാല് തല്ലി ഒടിക്കുക. അതായിരുന്നു അന്നത്തെ നിയമം. പക്ഷേ ഈശോ പറയുന്നു, എൻ്റെ രാജ്യത്തിലെ നിയമം അങ്ങനെയല്ല. മക്കളെ, നിങ്ങളോട് ഒരു മൈൽ വരാൻ ആവശ്യപ്പെടുന്ന പട്ടാളക്കാരൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. ആ ശമയോനെ പോലെ കുരിശ് വഹിച്ചുകൊണ്ട് പോരാൻ പട്ടാളക്കാർ ആവശ്യപ്പെടും. അപ്പോൾ നീ എതിർത്ത് നിൽക്കേണ്ട കാര്യമില്ല. നീ അതെടുത്തുകൊണ്ട് പോന്നാൽ നിനക്കതിലും വലിയ സമ്മാനം കിട്ടും. അവിടെ ഇന്നും നമ്മൾ ശമയോനെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ വയലിൽ നിന്ന് വരുമ്പോൾ മടുത്താണ് വരുന്നത്. പക്ഷേ പട്ടാളക്കാർ പറഞ്ഞപ്പോൾ നിവൃത്തിയില്ല. ശമയോൻ അതൊന്നും വിചാരിച്ച് കാണില്ല, ഇത് ദൈവപുത്രനാണ്, മിശിഹായാണ്, എന്നെ വരും തലമുറകൾ എന്നും ഓർക്കും എന്നൊന്നും ശമയോൻ വിചാരിച്ചില്ല. അവൻ ആ കുരിശെടുത്തു. ആ പട്ടാളക്കാർ പറഞ്ഞത് കേട്ട് കുരിശെടുത്ത് ക്ഷമയോടുകൂടി അവരെ ചീത്ത വിളിച്ചില്ല, തെറി വിളിച്ചില്ല, ശപിച്ചുമില്ല. പക്ഷെ അതുകൊണ്ടല്ലേ ഇന്നും ശമയോൻ ഈശോ ഓർമ്മിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ശമയോൻ ഓർമ്മിക്കപ്പെടുന്നത്. കുരിശിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ശമയോൻ ഓർമ്മിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഈശോയുടെ രാജ്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരെ വിട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഗ്രാമങ്ങളിലേക്കെല്ലാം പോയി സുവിശേഷം പ്രസംഗിക്കണം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളെ ആളുകൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ അവിടുന്ന് പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുക. യാതൊരു വൈരാഗ്യം ആവശ്യമില്ല. അതാണ് ഈശോയുടെ രാജ്യമെന്ന് പറയുന്നത്. സമറിയായിലൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ച ഈശോയെ കടത്തിവിടാനായിട്ട് സമറിയാക്കാർ തയ്യാറായില്ല. ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ അങ്ങ് കത്തിച്ച് ചാമ്പലാക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. വലിയ കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഈശോ പറഞ്ഞു, വേണ്ട മക്കളെ, വേണ്ട. അതല്ല എൻ്റെ രാജ്യത്തിലെ നിയമം എന്ന് പറയുന്നത്. എന്നെ കടത്തിവിട്ടില്ല എന്ന് വിചാരിച്ച് അവനെ കത്തിച്ച് കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ക്രൈസ്തവ പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറയും, നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് ഫരിസേയന്മാരുടെ നീതിയല്ല, നിയമജ്ഞരുടെ നീതിയല്ല, അത് വേറൊരു നീതിയാണ്. ആ നീതിയെക്കുറിച്ച് പറയുമ്പോൾ യേശു പിതാവിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരണം. തൻ്റെ ഭാര്യ തന്നിൽ നല്ലാതെ ഗർഭം ധരിച്ചിട്ടും അവൾക്കൊരു അപമാനം പോലും ഉണ്ടാകാതെ തനിക്ക് അപകടമുണ്ടാകും, താൻ ശിക്ഷിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ട് അതുപോലും വകവയ്ക്കാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ജോസഫിനെക്കുറിച്ചാണ് അവൻ നീതിമാനായിരുന്നെന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം. പ്രിയമുള്ളവരെ, അതാണ് ക്രൈസ്തവ നീതി എന്ന് പറയുന്നത്. അല്ലാതെ കാലിന് പകരം കാല്, കണ്ണിന് പകരം കണ്ണ് എന്ന് വിശ്വസിക്കുന്നതല്ല. അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ മതസ്ഥാപകരുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അതുണ്ട്. പക്ഷെ നമ്മുടെ മതം അതല്ല, നമ്മുടെ വിശ്വാസം അതല്ല. ഈ രാജ്യത്തിൻ്റെ നിയമമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിയമമാണ്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കലും അവരെ ശപിക്കരുത്.
നിൻ്റെ കുപ്പായമെടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിൻ്റെ പുറംകുപ്പായം കൂടി കൊടുക്കുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ട് നിന്ന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതെല്ലാം അതേപടി അക്ഷരം പ്രതി ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. നിങ്ങൾ ഒരു ചവിട്ടത്ത് അടി കൊള്ളുമ്പോൾ മറു ചവിട്ടത്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ മണ്ടനായിട്ട് തല്ലുകൊള്ളണമെന്നല്ല. അതിലുപരിയായിട്ട് നിങ്ങൾ വൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല, പകരം വീട്ടാൻ പാടില്ല. പ്രത്യേകത നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പകരം വീട്ടലെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. പകരം വീട്ടൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് ദൈവം ചെയ്തുകൊള്ളും. നമ്മളതിനകത്ത് ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നീതിമാനോടുകൂടി കർത്താവ് എന്നും ഉണ്ടായിരിക്കും. സങ്കീർത്തനങ്ങളിലൂടെ ദാവീദ് കർത്താവായ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്. എന്താണത്? ഈ നീതിമാന്മാരെ ദൈവം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനർത്ഥം അവർക്ക് രോഗങ്ങൾ വരികയില്ലെന്നല്ല, അതിനർത്ഥം അവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടാവുകയില്ലെന്നല്ല, സാമ്പത്തിക ക്ലേശം ഉണ്ടാവുകയില്ലെന്നല്ല. അതിലെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോഴും അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ സംരക്ഷണമാണ് നമ്മുടെ ആശ്രയം. സങ്കീർത്തനം 23 ഓർക്കുക. കർത്താവിൻ്റെ ഇടയനാകുന്നു, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക്, വിശാലമായ പുൽത്തകിടികളിലേക്ക് അവൻ എന്നെ നയിക്കും. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്കൊരു ഭയവുമില്ല. കാരണം അവൻ്റെ ദണ്ഡ് എനിക്ക് ഊന്നുവടിയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രാജ്യത്തിലെ നിയമം എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നൽകപ്പെടും നിങ്ങൾക്ക്. നിങ്ങളുടെ തലമുടി 4 ഇഴ പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത്? അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളുടെ ഇതെല്ലാം കാണുന്നുണ്ട്. ജീവിതം മുഴുവൻ അവിടുന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവമല്ലേ അസ്തിത്വം തന്നത്? നിങ്ങൾക്കെല്ലാം തരുന്നത് അവിടെ നിന്നല്ലേ? പിന്നെ നിങ്ങൾ എന്തുമാ വേവലാതിപ്പെടുന്നത്? അതുകൊണ്ട് അവിടുത്തെ രാജ്യമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാജ്യമാണ്. അത് പരസ്പരം ക്ഷമിക്കാനുള്ള നിയമമുള്ള രാജ്യമാണ്. പരസ്പരം പങ്കുവയ്ക്കാനുള്ള നിയമമുള്ള രാജ്യമാണത്. കുരിശിൽ തറച്ചവനോട് പോലും ക്ഷമിക്കണമേ പിതാവേ എന്ന് പറയുവാൻ തക്ക വിധത്തിലുള്ള നിയമമുള്ള രാജ്യമാണത്. നമുക്കിത് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരിക്കും. ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ സാഘോഷം കൊണ്ടാടിയിരുന്നു. പല പള്ളിക്കാർ ഒരുമിച്ച് കൂടി പ്രദക്ഷിണമായിട്ട് ക്രിസ്തുരാജൻ്റെ രൂപമൊക്കെ അലങ്കരിച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചൊരു സന്ദേശവും കേട്ട് പിരിയുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് അതൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി. പക്ഷെ നമ്മൾ ഓർക്കണം, പരിശുദ്ധ പിതാവ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു പ്രദക്ഷിണം നടത്താനല്ല. നമുക്ക് പലപ്പോഴും പറ്റുന്നത് എന്താണ്? നമ്മുടെ ആരാധനക്രമത്തിൽ കാലാകാലങ്ങളിലായിട്ട് വന്നു ചേരുന്ന ഇത്തരം തിരുനാളുകളുടെ അരൂപിയിൽ നമ്മൾ അത് ആഘോഷിക്കുന്നില്ല. അല്ലെങ്കിൽ ആ അരൂപി നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. കേവലം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ പള്ളി പ്രദക്ഷിണങ്ങൾ എടുത്ത് നോക്കുക. ഈ പള്ളി പ്രദക്ഷിണങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ, ഏറ്റവും മുമ്പിൽ കാണുന്നത് എന്താണ്? അതൊരു മരക്കുരിശാണ്. ഈ മരക്കുരിശ് ഒരു പ്രദക്ഷിണത്തിൻ്റെ മുമ്പിലും നമ്മൾ സ്വർണ്ണക്കുരിശോ വെള്ളിക്കുരിശോ കൊണ്ടുപോകാറില്ല. അതൊരു തിയോളജി ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഒരു വലിയ ദൈവശാസ്ത്രമുണ്ട്, ഒരു വിശ്വാസ സത്യമുണ്ട്. ഈ മരത്തിൽ തൂങ്ങി മരിച്ചവനെ ആണ് നമ്മൾ ഓർക്കേണ്ടത്. കുരിശിൻ്റെ ഭോഷത്വമാണത്. അവൻ്റെ രാജ്യത്തിലെ അടയാളം എന്ന് പറയുന്നത് ഈ മരക്കുരിശാണ്. അത് വെള്ളിക്കുരിശല്ല, സ്വർണ്ണക്കുരിശല്ല, മരക്കുരിശാണ്. മരത്തിൽ തൂങ്ങിയവൻ്റെ ഓർമ്മയാണ്. അതിൻ്റെ പിന്നാലെ ചെണ്ടക്കാരൊക്കെ വന്നിരുന്നു. പണ്ട് രാജഭരണകാലത്ത് രാജാവിൻ്റെ തിട്ടൂരങ്ങൾ, വിളംബരങ്ങൾ അറിയിച്ചിരുന്നത് ഏതെങ്കിലുമൊക്കെ കവലയിൽ ചെന്ന് നിന്ന് ചെണ്ട കൊട്ടി അറിയിച്ചിട്ടാണ്. അപ്പോൾ ഈ പോകുന്നവനെ, ഈ മരം അത് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. മരത്തിൻ്റെ കുരിശിൽ തൂങ്ങി മരിച്ചവനെ പ്രതിനിധാനം ചെയ്യുന്നു. അവനെ പിൻചെല്ലുവിൻ എന്നുള്ള രാജകീയ പ്രഘോഷണമാണത്. ഈ ക്രിസ്തുരാജ തിരുനാളിൽ നമ്മളിതൊക്കെ ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നിർഭാഗ്യവശാൽ ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ട് അതൊരു സാംസ്കാരിക ഘോഷയാത്രയായി അധപ്പതിച്ചില്ലേ എന്ന് ചിന്തിച്ച് നോക്കുക. പിന്നീട് വരുന്ന കൊടിതോരണങ്ങളും സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുമെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുത എന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മരത്തിൽ തൂങ്ങിയവൻ്റെ പിന്നാലെ പോകണം. അതാണ് അവിടുത്തെ നിയമം. ആ നിയമം അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർണവും വെള്ളിയും പോലെയുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ കിട്ടും. അത് ദൈവമാണ്. ദൈവത്തോടൊപ്പമുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും. പിന്നീട് വരുന്ന വിശുദ്ധരുടെ രൂപങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്താണ്? ഈ വിശുദ്ധരെല്ലാം ഈ നിയമമനുസരിച്ച് ആ രാജ്യത്തിൽ ജീവിച്ചവരാണ്. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് വരും
അന്നത്തെ വിശുദ്ധൻ്റെ അതാത് ദിവസത്തെ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുമായി വൈദികൻ കാർമ്മികൻ വരും. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു തീർത്ഥാടനമാണ് ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. ഈ തിരുനാളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്, ഈ പോകുന്നവൻ്റെ രാജ്യം, അവിടുത്തെ നിയമം നമ്മൾ അനുസരിക്കുക, ഇതുപോലെ നിങ്ങൾക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയും. നമ്മളിന്ന് വളരെയധികം സെക്കുലറൈസ്ഡ് ആയിപ്പോയില്ലേ? നമുക്ക് പലപ്പോഴും ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പ്രയാസമാണ്. ആദത്തെയും ഹവ്വായെയും പോലെ ഞങ്ങൾ തീരുമാനിക്കും തെറ്റും ശരിയും. പഴംതിന്നരെന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, തെറ്റ് ആ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം. തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള അവകാശം പിടിച്ചു വാങ്ങി സ്വയം നിയമം സൃഷ്ടിക്കുന്നവരല്ലേ നമ്മൾ, ഉണ്ടാക്കുന്നവരല്ലേ നമ്മൾ. ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സ്വന്തം നിയമം കൊണ്ട് പ്രവേശിക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ചേ മതിയാകും. നമ്മുടെ വരും തലമുറയ്ക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കണം, ദൈവത്തിൻ്റെ നിയമങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പറയുന്നത്, ഞാൻ തരുന്ന ചട്ടങ്ങളും നിയമങ്ങളും, നിയമാവർത്തനം പഴയ നിയമത്തിൽ എപ്പോഴും ഇസ്രായേൽ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഞാൻ തരുന്ന ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കും? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കന്നുകാലികൾ, നിങ്ങളുടെ പറമ്പ് എല്ലാം ഫലം തരും. നിങ്ങളുടെ മക്കൾ ഫലം തരുന്നവരാകും, നിങ്ങളുടെ കന്നുകാലികൾ സമൃദ്ധി ഉള്ളവരാകും, അവർ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, നിങ്ങളുടെ പറമ്പുകൾ നല്ല വിളവുകൾ തരും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നവർക്കാണ്, ആ രാജ്യത്തിൽ ജീവിക്കുന്നവർക്കാണ് ഇതെല്ലാം ലഭ്യമാവുക. ഇന്ന് പലപ്പോഴും നമുക്ക് അതെല്ലാം ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ രാജ്യത്തെ വിട്ട് വേറെ ഏതോ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. തിരികെ വരാൻ നമുക്ക് ഈ ക്രിസ്തുരാജന തിരുനാളിൽ നമ്മൾ ഓർക്കുക, നമ്മളെ അവിടുന്ന് മാടി വിളിക്കുന്നുണ്ട് തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. അങ്ങനെ ഒരു മടങ്ങി വരവ്, അതിനുവേണ്ടി നമ്മളെ ഈ തിരുനാൾ പ്രാപ്തരാക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ രാജ്യത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാവരെയും നിൻ്റെ ആ രാജ്യത്തിലേക്ക് തിരികെ വരുവാനായിട്ട് കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അതനുസരിക്കുന്ന നല്ല പൗരന്മാരായി തീരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആ നിയമം അനുസരിക്കുന്നവർക്കാണല്ലോ കർത്താവേ നീ എല്ലാ സൗഭാഗ്യങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാത്തവർക്ക് ശിക്ഷയാണല്ലോ നീ വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയമുള്ള കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ രാജ്യത്തിലെ നല്ല പൗരന്മാരാക്കി നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പ്രതിഫലം നേടുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.